ദിവസേന വൈകുന്നേരം ഒരു 5:30 മണിക്ക് ഞാൻ നടക്കാനായി പോകും. വൈകുന്നേരം പൊതുപരിപാടിയോ പ്രസംഗമോ ഇല്ലാത്ത ദിവസം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ നടത്ത രാവിലെയാക്കി മാറ്റും. ഏതായാലും നടക്കാൻ പോകുമെന്നുള്ളത് തീർച്ചയാണ്. എന്താ ഈ നടത്തത്തെക്കുറിച്ച് പറയാൻ കാരണം? ഈവനിങ് വാക്കിന് പോവും, സർക്കാർ ഓഫീസിലൊരു കാര്യം സാധിക്കാൻ പോവും, സിനിമാ തിയേറ്ററിലേക്ക് പോവും, റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോവും, ജോലി ചെയ്ത സ്ഥാപനത്തിലേക്ക്. ഞാൻ കുറച്ചു കാലം പ്രോഡമണ്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അവിടേക്കും നടന്നു പോയിട്ടുണ്ട്. ഇതിൽ എവിടേക്ക് നടന്നു പോകുന്നതാണ് ഏറ്റവും സുന്ദരമായി തോന്നുന്നത്? ഇതാണ് ചോദ്യം. ആശുപത്രിയിൽ ആരെങ്കിലും ഒരാളെ കാണാൻ പോകാൻ നടക്കുന്നു, പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് നടന്നു പോകുന്നു, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു, സിനിമാ തിയേറ്ററിലേക്ക് പോകുന്നു, ഉത്സവം കാണാൻ പോകുന്നു. ഇതൊക്കെ നടത്തയാണല്ലോ. നടത്തയിൽ ഏറ്റവും രസകരമായ നടത്ത ലക്ഷ്യമില്ലാതെ നടക്കുന്നതാണ്. വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു, പുതിയൊരു സ്ഥലത്താണ് നമ്മൾ ചെന്നിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കും. അവിടെ റൂമെടുത്തായിരിക്കും. അപ്പോൾ റൂം പൂട്ടി ഇനിയിപ്പോൾ രാത്രി ഊണ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു ഗ്യാപ്പുണ്ട്. ഒന്ന് നടന്നലേ എന്നുകൊണ്ട് നമ്മൾ ഇറങ്ങണം. കുറച്ച് ദൂരം കഴിയുമ്പോൾ ഒരിടത്തൊരു പർവ്വതമുണ്ട്, ഇപ്പുറത്തൊരു നദിയുണ്ട്. എന്നാൽ നദിയുടെ അടുത്തേക്ക് പോകാമെന്ന് നദിയുടെ ഭാഗത്തേക്ക് നടന്നു. യഥാർത്ഥത്തിൽ വിശേഷിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ നടക്കുന്നതാണ് ഏറ്റവും സുഖകരമായ നടത്തം. വണ്ടി ഇത്ര മണിക്കാണ് വരിക, റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നെത്തണം. അപ്പം അത് കുറച്ചൊരു ദുഃഖകരമായ നടത്തയാണ്. ഒരു ലക്ഷ്യമില്ലാതെ നടക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ അങ്ങനെ നടക്കുന്നവരുടെ എണ്ണം കുറവാണ്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാരക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് റെയിൽവേ ലൈനിലൂടെ നടന്നാൽ ഒരു 30 മിനിറ്റ് നടന്നാൽ കിഴായൂർ എന്നൊരു ഗ്രാമമുണ്ട്. എൻ്റെ ജന്മസ്ഥലം അവിടെയാണ്, കിഴായൂർ. അവിടുന്ന് പട്ടാമ്പി അങ്ങാടിയിലേക്ക് വരണമെങ്കിൽ കിലോമീറ്ററോളം റെയിലുമ്മക്കൂടെ നടക്കണം. അങ്ങനെയാണ് വളർന്നതും പഠിച്ചതുമൊക്കെ. ഇപ്പം ആരും നടക്കാറില്ല. കാരണം ഇപ്പം നടക്കുന്നവരെ കാണുന്നത് വളരെ അപൂർവമാണ്. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. പട്ടാമ്പി വണ്ടി ഇറങ്ങിയാൽ എൻ്റെ വീട് അക്ഷരാശ്രമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അക്ഷരാശ്രമത്തിലേക്ക് ഇപ്പം നടന്നു പോകാൻ നിവൃത്തിയില്ല, നടക്കുന്നവരില്ല. പക്ഷെ നടത്തയാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. ലക്ഷ്യമില്ലാതെ അങ്ങനെ നടക്കുന്നില്ലേ, ആ നടത്തം ഒരു ഭയങ്കര രസമാണ്. ഇതിപ്പോൾ ലക്ഷ്യമുണ്ടല്ലോ ഈ പറഞ്ഞതിനൊക്കെ. അങ്ങനത്തെ നടത്തയുടെ സുഖം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് ഹിമാലയത്തിൽ, ഹരിദ്വാർ, ഋഷികേശ്, സൗപർണികാ തീരത്ത്. ആ മൂകാംബിയിൽ തഥാതൻ്റെ ഒരാശ്രമമുണ്ട്, ധർമ്മപീഠം. അവിടുന്ന് പതുക്കെ നടന്ന് മൂകാംബിയിലെത്തി ബൈന്ദൂർക്ക് പോകുന്ന ആ റൂട്ടിൽ നടന്ന് മസ്തിഘട്ട് വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നടക്കും.
പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. അവിടെയും ചെറിയൊരു ലക്ഷ്യമുണ്ടല്ലോ, മസ്തികട്ടിലേക്ക് എത്താമെന്നുള്ളു. ഈ ലക്ഷ്യമില്ലാത്തൊരു നടത്തത്തിൻ്റെ പേരാണ് തെണ്ടി നടക്കുക എന്ന് പറയും. എല്ലാവരും പറയും വെറുതെ തെണ്ടി നടന്നുകൊണ്ട് കാര്യമില്ല. ഈ തെണ്ടി നടക്കുന്നതിൽ വലിയൊരർത്ഥമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം തെണ്ടലെന്ന് പറഞ്ഞാൽ വെറും തെണ്ടലല്ല, വളരെ വലിയൊരർത്ഥം ഉണ്ട്. ബോഡിയിൽ, മനുഷ്യ ശരീരത്തിൽ ഒരു നാഡിയുണ്ട്, സുഷുമ്ന എന്നൊരു നാഡി. നട്ടല് ഒരു ദണ്ഡാണ്, ദണ്ട്. ആ സുഷുമ്നയിലെ കുണ്ടലിനി ശക്തി ഉദ്ദീപിക്കാനുള്ളതാണ്. ഇട പിങ്കള എന്ന 2 നാഡിയുണ്ട്. ആ സുഷുമ്നയിലൂടെ കുണ്ടലിനി ശക്തി ഉദ്ദീപിക്കണം. ഇതിൻ്റെ ഒരറിവ് നേടാനുണ്ട്. ആ അറിവിൻ്റെ പരമമായ ജ്ഞാനം നമുക്ക് കിട്ടണം. അത് സന്യാസഭാവത്തിൽ നിന്നാണ് കിട്ടുന്നത്. സന്യാസം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഭിക്ഷയ്ക്ക് വരുന്നവരെ കണ്ട ഒരു സന്യാസി വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പിച്ചയ്ക്ക് കിടക്കുന്നവരാണ് സന്യാസി എന്നാണ് അന്നത്തെ വിചാരം. അറിവിൻ്റെ ഏറ്റവും വലിയ കേദാരമാണ് സന്യാസഭാവം. ഏറ്റവും വലിയ അറിവാണ്. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പഠിച്ച് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബിരുദമാണ് ഇത്. ആ ബിരുദത്തിൻ്റെയും അറിവിൻ്റെയും പ്രതീകമായിട്ട് ഒരു ദണ്ട് ഗുരുവിൻ്റെ കയ്യിൽ കൊടുക്കും. ആ ദണ്ട് ശിഷ്യൻ ഒരു കാരണവശാലും താഴെ വയ്ക്കില്ല. താഴെ വെച്ചാൽ പിന്നെ താഴെ വയ്ക്കാതെയാണ്, കാരണം താഴെ വയ്ക്കാൻ പാടില്ല. ആ ദണ്ട് എന്ന് പറഞ്ഞാൽ സുഷുമ്നയിലൂടെ ഒഴുകുന്ന ശക്തി, പരമമായ ജ്ഞാനമാണ് ആ ദണ്ട്. ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയ കുട്ടികൾക്ക് ഒടുവിൽ ഗുരു ഈ ദണ്ട് കൈ കൊടുക്കും. ദണ്ട് കൈ കൊടുത്തതിന് ശേഷം ഞാൻ ശരീരമാണ് എന്ന അഭിമാനം നിശേഷം കളയുന്ന രീതിയിൽ രാജ്യം ചുറ്റി വരണം. ഈ ദണ്ടും കയ്യിലെടുത്ത് ലോകം കാണണം. കിലോമീറ്ററോളം നടക്കണം. നടക്കുമ്പോൾ ആഹാരം കിട്ടില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആകുമ്പോൾ ചോദിക്കരുത് അന്നം. ചോദിക്കാതെ തന്നെ ആരെങ്കിലും കൊടുക്കും. ആ അന്നമാണ് കഴിക്കുക. ഈ വരുന്ന വ്യക്തിയെ ദണ്ഡികൾ എന്നാണ് പറയുക. ആ ദണ്ഡി എന്ന പദം ക്രമേണ തെണ്ടിന്നായി. ഒരു തെണ്ടിയുടെ വരുന്നു, തെണ്ടികൾ. യഥാർത്ഥത്തിൽ ദണ്ഡികളാണ്. അപ്പോൾ ഒരു വാക്ക് എങ്ങനെയൊക്കെ മലിനപ്പെട്ടു പോകും. അതിൻ്റെ യഥാർത്ഥ മീനിങ്ങിൽ നിന്ന് എത്ര അകലേക്കാണ് ഈ പോണതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമുക്കൊരു മോനുണ്ട്. ആ മോനെ ഗുരുകുല വിദ്യാഭ്യാസമായിട്ട് അവിടെ കൊണ്ട് ചേർത്തി ഇങ്ങോട്ട് പോന്നു. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരാനൊന്നും പാടില്ല. ആ പഠിച്ച് ഉത്തമനായി
പരിപൂർണതയിലെത്താക്കുന്ന ഗുരു ആണ് അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഗുരു അതിൻ്റെ ക്ലൈമാക്സിൽ ആ ദണ്ഡെടുത്ത് കൊടുത്തു. പുറം ലോകം കണ്ടുവരാൻ പറയും. ഇതുവരെ തിയറി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി പ്രാക്ടീസ് കൂടി വേണം. ആ ബ്രഹ്മചാരി നമ്മുടെ മോൻ ദണ്ഡുമെടുത്ത് കിലോമീറ്ററോളം പാടത്തുകൂടിയും നദിക്കരയിലും വിശന്നിട്ടും എന്തെങ്കിലും ആഹാരം കിട്ടിയാൽ ആരെങ്കിലും കൊടുത്താൽ അത് കഴിച്ചും പോകും. നമ്മുടെ മോൻ ഇപ്പോൾ എവിടെയോ ആയിരിക്കും എന്ന് അമ്മ വിചാരിക്കുമ്പോൾ മുറ്റത്ത് പണ്ടൊക്കെ മുളയുടെ പടിയായിരിക്കും. അവിടുന്ന് നാമജപം കേൾക്കാം. നോക്കുമ്പോൾ വേറെ ഒരു ദണ്ഡി വന്നിരിക്കുകയായിരിക്കും. മോനാവണമെന്നില്ല, ഒരു കുട്ടിയായിരിക്കും, ബ്രഹ്മചാരിയായിരിക്കും, ഗുരുനാഥൻ പറഞ്ഞു വിട്ടായിരിക്കും. ആ കുട്ടിയെ കാണുമ്പോൾ അവൻ്റെ പ്രായവും രൂപവും ഒക്കെ കാണുമ്പോൾ എൻ്റെ മോനും ഇതേമാതിരി പോയിരിക്കുകയാണെന്നറിയാം. ആ വിളിച്ചിരുത്തി ഈ ദണ്ഡിക്ക് കഴിക്കാൻ ആഹാരം കൊടുക്കും. സന്യാസിമാരെയും പുലർത്തേണ്ട ഉത്തരവാദിത്വം ഗൃഹസ്ഥന്മാർക്കാണ് ഉള്ളത്. ഗൃഹസ്ഥൻ വലിയ ഉത്തരവാദിത്വം. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ കുട്ടി ദണ്ഡിയാവും, നമ്മൾ ദണ്ഡികൾക്ക് അന്നം കൊടുക്കും. ആ ദണ്ഡിന് വലിയ അർത്ഥമാണ് ഭാരതത്തിൽ ഉള്ളത്. അത് ഇത്രയും ഇന്ന് ധന്യമീ ജീവിതത്തിൽ ചിന്തിക്കാൻ കാരണം, ധന്യമീ ദിനത്തിലെ മാറ്റർ പലപ്പോഴും ചിന്തയിൽ നിന്ന് കിട്ടുന്നതാണ്. തെണ്ടി തെണ്ടി എന്നുള്ള വാക്ക് കേട്ടാൽ, ആരെങ്കിലും നമ്മളെ തെണ്ടി എന്ന് വിളിച്ചാൽ ഉടനെ കരണക്കുറ്റിക്ക് അടിക്കണമെന്നാണ് നമ്മുടെ വിചാരം. അതെന്തോ ഒരു ചീത്ത വാക്കാണ് എന്ന് വിചാരിച്ചിട്ട്. യഥാർത്ഥത്തിൽ എന്നും വെച്ചിട്ടിപ്പോൾ തെണ്ടി എന്ന് വിളിക്കണം എന്നല്ല ഞാൻ പറയണത്, ആ വാക്കിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. ജീവിതത്തിലെ ഏറ്റവും സുഖകരമായ അനുഭവങ്ങൾ ലക്ഷ്യമില്ലാത്ത അപ്പൂപ്പൻ താടി പോലെ നടക്കുന്നതാണ് അല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.